ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗീ കേക്കാണ്. ഗീ കേക്ക് ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൊരു കേക്കാണ്. നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാലും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 മുട്ട, റൂം ടെമ്പറേച്ചറിൽ 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര നമ്മളിത് പൊടിക്കാണ്ടാണ് ചേർക്കുന്നത്. ഈ ഒരു കേക്കിൽ നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ഈ ഒരു മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരുപാട് സമയം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇതുപോലെയുള്ളൊരു പാത്രം വെക്കുക. നമ്മൾ ആ ഒരു മുട്ടയുടെ പാത്രം നമ്മൾ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല, തൊടാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൽ ഈ ഒരു പാത്രം തൊടരുത്. മേലെ ഇങ്ങനെ രീതിയിൽ വെച്ചിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ചൂടിൽ, ആ വെള്ളത്തിൻ്റെ ആവിയിൽ ഈ ഒരു മിക്സ് നന്നായിട്ട്, ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര സമയം ഇങ്ങനെ ഇതുപോലെ കൈവച്ച് ചെയ്യുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മളെ കേക്ക്. നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ അതിനേക്കാളും നമ്മൾ ഗീ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യുക. അങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു യെല്ലോ കളർ മാറി ഒരു വൈറ്റ് കളറായിട്ട് കിട്ടും. ആ ഒരു മുട്ടൻ്റെ മഞ്ഞ കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് കിട്ടും ഇതുപോലെ. ഇനി നമ്മളിതിന് ശേഷം വീണ്ടും നമ്മളൊരു 5-6 മിനിറ്റ് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് കൈ നിർത്താണ്ട് നമ്മളിത് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ നേരത്തെ മുട്ട ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സമയത്ത് നിങ്ങൾ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം. അത് വെച്ചിട്ട് എവിടെയും പോകുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കൈവച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബാറ്റർ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർക്കാം. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ വേണ്ട, അതിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ 2-3 തവണ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരിട്ട് അരിപ്പയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാവ്, ഈ ഒരു മൈദ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാവുക. കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം ചേർത്തിട്ടില്ല, നെയ്യ് ചേർക്കണം. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഇത് ചേർക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് മാവ് ലൂസായി വരും. ഇപ്പം നല്ല തിക്കായിട്ടാണുള്ളത് ഇതുപോലെ. അത് നമ്മളിത് ആ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നല്ല കട്ടയിലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക, അടച്ച് വെക്കുക. ഇനി നമുക്ക് നെയ്യ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നെയ്യ് നമ്മളിതിലേക്ക് വെറും നെയ്യ് മാത്രമല്ല ഒഴിക്കുന്നത്, പാലിൻ്റെ കൂടെ മിക്സ് ആയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് തന്നെ നെയ്യും വേണം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാലൊഴിച്ചു. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് നെയ്യ് എടുക്കുമ്പോൾ നല്ല നെയ്യ് എടുക്കുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്മെല്ലൊക്കെ ഉള്ള നെയ്യ് എടുക്കണം. അപ്പോഴാണ് നമ്മളെ കേക്കിനും ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുക. അപ്പോൾ നെയ്യും പാലും നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നെയ്യും പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അതിന് നമ്മളിത് നേരെ നമ്മളെ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാറ്ററിൽ ഒഴിക്കുമ്പോൾ നമ്മളെ പാലും നെയ്യും തണുക്കേണ്ട കാര്യമൊന്നുമില്ല, ചൂടോടുകൂടി തന്നെ ഒഴിക്കുക, ഒരു കുഴപ്പം വരില്ല. ഇത് നല്ല ആവി പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു, പാലും നെയ്യും കൂടെ ഒഴിച്ചു. ഇനി നമ്മളൊരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴേക്ക് നമ്മളെ ബാറ്റർ കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. നിങ്ങളിത് ചൂട് കാരണം ഈ കേക്ക് ഫ്ലോപ്പായി പോകുന്നൊന്നും വിചാരിക്കേണ്ട. ഈ ഒരു കേക്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്, ആ നെയ്യിൻ്റെയും ഒക്കെ നല്ല അടിപൊളി മണമാണ്. അപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്യാസിൽ ചെയ്യാം. ഞാൻ പക്ഷേ ഇപ്പോൾ അവളിലാണ് ചെയ്തത്. ഗ്യാസിൽ വേണമെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവളിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് 150 ഡിഗ്രിയിലൊന്ന്
പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ അതും നേരത്തെ ഒന്ന് ചൂടാക്കി വെക്കണം. ചൂടായ പാത്രത്തിൽ മാത്രമേ എപ്പോഴും നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോഴും കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ബാറ്റർ മുഴുവൻ ഒഴിച്ചു. ഇത് നന്നായിരുന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും. 150 അല്ലെങ്കിൽ 160 ഈ രണ്ടിൽ ഏതെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇടയ്ക്ക് നമ്മൾ നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനൊക്കെ നല്ലൊരു കളറായി വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഓവണിന് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കൂളായതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇത് കൂളായതിന് ശേഷമാണ് ഡീമോൾഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്യാമറയിൽ ഇതിൻ്റെ കറക്റ്റ് കളർ കാണുന്നില്ല, നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. കണ്ട നല്ല അടിവശമൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് പതുക്കെ നമ്മൾ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെ തൊടുമ്പം തന്നെ പൊടിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഗീ കേക്ക്. നമ്മളെ കേക്കും അങ്ങനെ തന്നെ നല്ല സോഫ്റ്റാണ്. നല്ലൊരു സ്മെല്ലുണ്ട്, നമ്മളെ നെയ്യിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് പതുക്കെ നമ്മളെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസാവരുത്, ഇതേ വലിപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. പകുതിയാക്കാതെ ഞാൻ നേരെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗീ കേക്ക് ഇവിടെ റെഡിയായി. ഇനി നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചായയോടൊക്കെ കുട്ടികൾക്ക് ഇടയ്ക്ക് കഴിക്കാൻ കൊടുക്കാം. പെട്ടെന്നൊന്നും ചീത്തയാവുകയോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്